ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും എൻ്റെ വിജയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ആ നിമിഷം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് ഇന്ന് പറയുന്നത് കേട്ടോ. ഞാൻ വാതിലടച്ചില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ഞാൻ വാതിലടച്ചില്ല ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. സബ്ജക്റ്റ് ഞാനാണ്, ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഐ ഡിഡ്ന്റ് ക്ലോസ് ദ ഡോർ. ഞാൻ വാതിലടച്ചില്ല. നെക്സ്റ്റ്, അവൻ ഇതുവരെ സ്കൂൾ വിട്ട് വന്നില്ല എന്നെങ്ങനെ പറയാ? ഇതും നെഗറ്റീവ് സെന്റൻസ് ആണ്. സബ്ജക്റ്റ് അവനാണ്. ഓക്കെ, ഹി ഹാസന്റ് കം ബാക്ക് ഫ്രം സ്കൂൾ യെറ്റ്. അവൻ ഇതുവരെ സ്കൂൾ വിട്ട് തിരിച്ചു വന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് അവിടെ കം ബാക്ക് എന്ന് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഹി ഹാസന്റ് കം ബാക്ക് ഫ്രം സ്കൂൾ യെറ്റ്. അവൻ ഇതുവരെ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നില്ല, അല്ലെങ്കിൽ വിട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ തിരിച്ചു വന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, അവൾ പോയിട്ടില്ല. അതായത് അവൾ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിക്കും പറയാനായിട്ട് പറ്റും കേട്ടോ. ഷി ഹാസിൻറ്റ് ഗോൺ എന്ന് പറയാം. ഓൺ ദ സ്പോട്ടിലായതുകൊണ്ട് തന്നെ ഷി ഹാസിൻറ്റ് ഗോൺ. അവൾ പോയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമുക്കവിടെ ഷി ഡിഡ്ന്റ് ഗോ എന്നും പറയാം. ഷി ഡിഡ്ന്റ് ഗോ. ഇത് രണ്ട് രീതിയിലും പറയാം. അപ്പൊ നമുക്കറിയാം ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത് ഓൺ ദ സ്പോട്ടിൽ പറയാൻ വേണ്ടിയിട്ടാണ്. സിറ്റുവേഷൻ അനുസരിച്ച് സെന്റൻസ് പറയാം. ഓക്കെ, നെക്സ്റ്റ്, അവർ ഇന്ന് വരില്ല. ഇവിടെ നെഗറ്റീവ് ആണ്, പക്ഷേ വരാനിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അവർ ഇന്ന് വരില്ല. എങ്ങനെയാ പറയാ? they won't come today. will not ആണ്. they won't come today. അവർ ഇന്ന് വരില്ല. നെക്സ്റ്റ്, ഞാൻ ആരെയും കണ്ടില്ല. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അല്ലേ, ഞാൻ ആരെയും കണ്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരെയും, അല്ലെങ്കിൽ ആരെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും കണ്ടില്ല. I didn't see anyone. ഞാൻ ആരെയും കണ്ടില്ല. ഓക്കെ, നെക്സ്റ്റ്, എല്ലാവരും ഉത്തരം പറഞ്ഞു. ഒരു അധ്യാപകനൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ്. എല്ലാവരും ഉത്തരം പറഞ്ഞു. നമുക്കും യൂസ് ചെയ്യാം. എല്ലാവരും ഉത്തരം പറഞ്ഞു. എല്ലാവരും എന്ന് പറയാൻ വേണ്ടിയിട്ട് everyone എന്നാണ്. everyone answered എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു എന്നാണ്. അപ്പം everyone answered, എല്ലാവരും ഉത്തരം പറഞ്ഞു. ഓക്കെ, അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ആവാം, എന്തെങ്കിലും വിഷമമായിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ. നമുക്കറിയാത്തൊരു സംഭവമാണ്. അപ്പം നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ നല്ലത് എന്താണെന്നറിയോ? സംതിങ് ആണ്. സംതിങ് ഈസ് റോങ് വിത്ത് ഹർ. അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ. സംതിങ് ഈസ് റോങ് വിത്ത് ഹർ എന്ന് പറയാം. അവളെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. മേക്ക് ഹർ ഡു ഇറ്റ് അല്ലേ. മേക്ക് നമ്മൾ പല സിറ്റുവേഷനിലും യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ആസ് യൂസ് ചെയ്തതുപോലെ മേക്കും പല രീതിയിലും മീനിങ് മാറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാണാത്തവരാണെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ടേക്ക്, അതുപോലെ മേക്ക്, അതുപോലെ ഹാവ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിഫറൻസ് മീനിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മേക്ക് ഹർ ഡു ഇറ്റ്, അവളെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. അടുത്ത ദിവസം ഞാൻ കൊണ്ടുവരാം. എന്തോ ഒരു സാധനം നമ്മൾ ഒരാളെ കൊണ്ടുവരാൻ ഏൽപ്പിച്ച സമയത്തോ ചിലപ്പോൾ ആ സമയത്ത് പറ്റില്ലെങ്കിൽ പിന്നീട് പറയാറുണ്ട് അടുത്ത ദിവസം ഞാൻ കൊണ്ടുവരാം. ഇത് വരാനിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അടുത്ത ദിവസം ഞാൻ കൊണ്ടുവരാം. I will bring it the next day. അപ്പോൾ I will bring it, ഞാനത് കൊണ്ടുവരാം the next day, അടുത്ത ദിവസം. ഓക്കെ, നെക്സ്റ്റ്, ബസ് സ്റ്റോപ്പിൽ ആരൊക്കെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കുകയാണല്ലേ. ബസ് സ്റ്റോപ്പിൽ ആരൊക്കെയുണ്ട്? Who all are at the bus stop അല്ലേ. ആരൊക്കെ എന്ന് പറയുമ്പോൾ പ്ലൂറലാണല്ലോ. അപ്പം who all are at the bus stop, ബസ് സ്റ്റോപ്പിൽ ആരൊക്കെയുണ്ട്. ഇനി വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, who is at the bus stop, ബസ് സ്റ്റോപ്പിൽ ആരൊക്കെയുണ്ട്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അതായത് ഒരുപാട് ആളുകൾ ഉണ്ടോ എന്നുള്ള നിലക്കാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? who all are at the bus stop എന്ന് പറയാം. അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ആരുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ who is at the bus stop. ഇങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ബസ്സിൽ കയറിയ ശേഷം നീ എന്നെ വിളിക്കൂ. എങ്ങനെയാ പറയാ? കോൾ മീ ആഫ്റ്റർ ഐ ഗെറ്റ് ഓൺ ദ ബസ്. ഞാൻ ബസ്സിൽ കയറിയ ശേഷം നീ എന്നെ വിളിക്കൂ. ഓക്കെ, ഇനി നീ ഓഫീസിൽ എത്താറായോ?
അതായത് നീ ഓഫീസിലെത്തിയോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നീ ഓഫീസിലെത്തിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. എത്താറായോ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ വേറൊരാളോട് ചോദിക്കുകയാണല്ലോ, നീ ഓഫീസിലെത്താറായോ അല്ലെങ്കിൽ നീ ഓഫീസിലെത്തിയിട്ടുണ്ടോ, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആണല്ലോ. ഹാവ് യു റീച്ച്ഡ് ദ ഓഫീസ്, ഹാവ് യു റീച്ച്ഡ് ദ ഓഫീസ്, നീ ഓഫീസിൽ എത്താറായോ അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാവ് യു റീച്ച്ഡ് ദ ഓഫീസ്. ഓക്കെ, നെക്സ്റ്റ്, അവൻ കുറേ സമയമായി പോയിട്ട്, അവൻ കുറേ സമയമായി പോയിട്ട് എന്ന് പറയാറുണ്ടല്ലോ. ഹി ലെഫ്റ്റ് എ വൈൽ അഗോ, ഹി ലെഫ്റ്റ് എ വൈൽ അഗോ, അല്ലേ, കുറേ സമയമായി അവൻ പോയിട്ട്. ഓക്കെ, അവൻ രാവിലെ മുതൽ നിന്നെ വിളിക്കുന്നുണ്ട്, അവൻ രാവിലെ മുതൽ നിന്നെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്, ഇപ്പോഴും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, അവനാണ് സബ്ജക്റ്റ്. ഹി ഹാസ് ബീൻ കോളിംഗ് യു സിൻസ് മോർണിംഗ്, ഹി ഹാസ് ബീൻ കോളിംഗ് യു സിൻസ് മോർണിംഗ്, അവൻ രാവിലെ മുതൽ നിന്നെ വിളിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് അവനോട് പറയാൻ വയ്യ, അതായത് എനിക്ക് അവനോട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അവനോട് പറയാൻ കഴിയില്ല. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്താ പറയുക, എനിക്ക് അവനോട് പറയാൻ വയ്യ, അല്ലേ, നമുക്ക് കഴിയാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഐ കാൺട്ട് ടെൽ ഹിം. സിമ്പിൾ അല്ലേ, എനിക്ക് അവനോട് പറയാൻ വയ്യ എന്ന് പറയുമ്പം ഇത് എന്ത് സെന്റൻസ് ആണ് എന്നുള്ള കൺഫ്യൂഷൻ വരണ്ട. വയ്യ, പറ്റില്ല, കഴിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൻഡ് ആണ്. ഐ കാൺട്ട് ടെൽ ഹിം, എനിക്ക് അവനോട് പറയാൻ വയ്യ. ഓക്കെ, അവനത് കേൾക്കില്ല, അല്ലേ, അവൻ അത് കേൾക്കില്ല. ഹി വോണ്ട് ലിസൺ ഇറ്റ്, ഹി വോണ്ട് ലിസൺ ഇറ്റ്, അവനത് കേൾക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, അവനോട് അവൾ എത്ര പ്രാവശ്യം പറഞ്ഞു, അവനോട് അവൾ എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പറയാറുണ്ടല്ലോ. ഹൗ മെനി ടൈംസ് ഹാസ് ഷീ ടോൾഡ് ഹിം, ഹൗ മെനി ടൈംസ് ഹാസ് ഷീ ടോൾഡ് ഹിം, അവനോട് അവൾ എത്ര പ്രാവശ്യം പറഞ്ഞു, എത്ര തവണ പറഞ്ഞു. ഓക്കെ, വെറുതെ വഴക്കിന് നിൽക്കണ്ട, നമ്മൾ പറയാറുണ്ടല്ലോ, വെറുതെ വഴക്കിന് നിൽക്കണ്ട എന്ന് പറയാറുണ്ടല്ലോ. ഡോണ്ട് ആർഗ്യൂ, ആർഗ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിടുക എന്നാണ്. അപ്പം ഡോണ്ട് ആർഗ്യൂ അൺനെസസറിലി, ഡോണ്ട് ആർഗ്യൂ അൺനെസസറിലി, വെറുതെ വഴക്കിന് നിൽക്കണ്ട. ഓക്കെ, നീ ആദ്യമായിട്ടാണോ അവളെ കാണുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആണ്. നീ ആദ്യമായിട്ടാണോ അവളെ കാണുന്നത്? ആർ യു സീയിങ് ഹർ ഫോർ ദ ഫസ്റ്റ് ടൈം, ആർ യു സീയിങ് ഹർ ഫോർ ദ ഫസ്റ്റ് ടൈം, നീ ആദ്യമായിട്ടാണോ അവളെ കാണുന്നത്? 2 മണിക്കൂർ മുമ്പ് ഞാൻ അവളെ വിളിച്ചിരുന്നു, 2 മണിക്കൂർ മുമ്പ് ഞാൻ അവളെ വിളിച്ചിരുന്നു, കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. ഐ ഹാഡ് കോൾഡ് ഹർ 2 hours ago, ഐ ഹാഡ് കോൾഡ് ഹർ, ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു 2 hours ago, 2 മണിക്കൂർ മുമ്പ്. അവൾ എന്നോടൊന്നും പറഞ്ഞില്ല, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഷീ ഡിഡ്ന്റ് ടെൽ മീ എനിത്തിങ്, ഷീ ഡിഡ്ന്റ് ടെൽ മീ എനിത്തിങ്, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇപ്പം കുട്ടികളൊക്കെ പരീക്ഷക്കൊക്കെ പറയാറുള്ളത് അല്ലെ, പരീക്ഷ എടുക്കുന്ന സമയത്ത് ഏകദേശം പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ പറയാ, ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് സ്റ്റഡിങ്, ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് സ്റ്റഡിങ്, ഞാൻ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, നല്ലൊരു സെന്റൻസ് ആണ്. പതിവ് പോലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു, പക്ഷേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പഠിച്ചു അല്ലേ, പതിവ് പോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് നമ്മൾ ആ ക്ലാസ് എടുത്തത്, ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഞാൻ ആസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് നമ്മുടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഈ വീഡിയോയുടെ താഴെ എല്ലാവരും ആസ് യൂസ് ചെയ്യുന്നത് പഠിക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ, പതിവ് പോലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ, പതിവ് പോലെ, ആസ് യൂഷ്വൽ, ആസ് യൂഷ്വൽ ഐ വോക്ക് അപ്പ് ഏർലി, ആസ് യൂഷ്വൽ ഐ വോക്ക് അപ്പ് ഏർലി, പതിവ് പോലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ബട്ട് ഐ കുഡിന്റ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ബട്ട് ഐ കുഡിന്റ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആസ് യൂഷ്വൽ ഐ വോക്ക് അപ്പ് ഏർലി ബട്ട് ഐ കുഡിന്റ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഞാൻ അവസാനം പറഞ്ഞ സെൻറ്റൻസ് നിങ്ങൾക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ഒരുപാട് സെൻറ്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറുമുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആസിൻ്റെ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു സിമ്പിൾ സെൻറ്റൻസ് തരാം. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.